ഹലോ സുഹൃത്തുക്കളെ, 2 ദിവസം ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി സെയിം കാര്യമായതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ നമ്മൾ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇന്ന് നൈറ്റാണ് ഷൂട്ട്. അപ്പോൾ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇറങ്ങൂല്ലേ? നിനക്ക് ഇനി എല്ലാം എടുക്കാനുണ്ടോ? ഓക്കെ, എല്ലാം ഓഫാണ്. കീ എടുത്തു. അപ്പോൾ നമ്മൾക്ക് ലൊക്കേഷനിലോട്ട് പോകാനുള്ള വണ്ടി താഴെ നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇന്ന് 5 മണിക്ക് ലൊക്കേഷനിൽ എത്തണം. ഓക്കെ, ബാക്കി ടീമൊക്കെ റെഡി ആവുന്നുണ്ട്. എനിക്കൊരു ബെൽറ്റ് വാങ്ങണം. എൻ്റെ ബെൽറ്റ് ഇന്നലെ എനിക്ക് ചെറിയൊരു ഇഞ്ചറി പറ്റി കേട്ടോ. ചെറിയൊരു ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ബമ്പ് ചെയ്യുന്ന വഴിക്ക് എൻ്റെ നടു പിടിച്ച് ഞാൻ വീണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരത് തടവി ശരിയാക്കി തന്നു. എന്നാലും ചെറിയ പെയിൻ ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഇന്ന് ഇതും കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ബാ ഇവിടെ പള്ളിപ്പെരുന്നാൾ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള കേട്ടാ ലൊക്കേഷനിലോട്ട്. അല്ല ആയി, നമ്മളെത്തി. ശ്രമിച്ചാ നല്ല ക്ലിയർ ആയിട്ട് വണ്ടി പോണല്ലേ ലൊക്കേഷൻ. ഞങ്ങൾ ലൊക്കേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞങ്ങളുടെ ലൊക്കേഷൻ ഇതാണ്. ഈ ഭീകരമായ ബിൽഡിങ്ങിനുള്ളിലാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. ഈ രാത്രി കാണാൻ തന്നെയല്ലേ ഇത്. വന്നിങ്ങനെ നോക്കുമ്പോൾ ഭീകരമായിട്ടുള്ള ഇതാണ് ഈ രാത്രി കൊണ്ട് ഇമാര് എന്നോട് പറഞ്ഞ ഇത് കുത്തിപ്പൊളിച്ച് ഇത് ചെയ്ത് ഉറപ്പിച്ചിട്ട് ആരിടുമെന്ന് പറഞ്ഞ്. അത് ഏതാടാ പറഞ്ഞവനെ ഇരിക്കണല്ലെന്ന്. ഞാനൊരു ക്യാമറമാനാണ്. ഇൻട്രൊഡക്ഷൻ പറയും. അത് നിർത്താനായിട്ട് ഒരു കുത്തും കൂടെ അത് കിട്ടിയത്. നമ്മളിപ്പോൾ ലൊക്കേഷനിലാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടെയാണ്. നൈറ്റാണ് ഷൂട്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി എടുക്കാതിരുന്നെന്ന് പറഞ്ഞാൽ സെയിം കാര്യങ്ങളാണ്. രാവിലെ അല്ല വൈകിട്ട് വരുന്നു, ഷൂട്ട് കഴിയുന്നു, പോകുന്നു, രാവിലെ കാപ്പി പിടിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ്. അപ്പോൾ അത് ഒരൊറ്റ വീഡിയോയിൽ തീർക്കാമെന്ന് വിചാരിച്ചു. അതാണ് ലാസ്റ്റ് ഡേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ കാണിക്കാൻ പറ്റൂ. ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റുന്നത് മാക്സിമം ഞാൻ എടുക്കാം. ലൊക്കേഷൻ്റെ പുറകു വശത്തെ കാഴ്ചയാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള നല്ല ഒരു കാഴ്ചയാണ് കേട്ടോ. അത് സെറ്റ് സ്ഥലം. നമ്മുടെ ചെക്കനെ കൊടുത്ത് വിടാതെ അവനെ പിടിച്ചിട്ടോണ്ടിരിക്കുക. എല്ലാരും വെയിറ്റിംഗ് ആണ്. ആരും ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ മാത്രം ഒരു പെണ്ണ് കിട്ടിയത് റെക്കോർഡിങ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ മൂടുംകുത്തി വീണ് എൻ്റെ നടു വിലങ്ങി. ഞാൻ ഇന്ന് നാട്ടിലേക്ക് കയറി പോകാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ ഒരു ദൈവദൂതനെ പോലെ എൻ്റെ എല്ലാം ഉടച്ച് എന്ന് വെച്ചാൽ എൻ്റെ നട്ടലിൽ
എന്താണ് തങ്ങിക്കൂടി നിന്ന് എല്ലാം തട്ടി ഉടച്ച ആശാരെ. ഇവന്റെ നടുവ് സാധാരണ നടുവേ അല്ല. അല്ല, ഒരു മനുഷ്യനും ഇത് കൊണ്ടൊരു നടുവില്ല. ഇത് കൂട്ടും മെനകെട്ട ഒരു നടുവ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും എനിക്ക് പറ്റുന്നില്ല, ഞാനത് പണിയെടുത്തിട്ടുണ്ട്, പണി പഠിച്ചിട്ടുണ്ട്. അല്ല, ഇത് ആരും എല്ലാം നടുവിൽ കൈ വെച്ചിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് ഒരാൾ കൈ വെക്കുന്നത്. അവൻ നടുവിൽ ആരും നടുവിൽ കൈവെക്കാൻ മറന്നുപോയി. അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതെ, ആദ്യമായിട്ട്. നന്നായിരിക്കട്ടെ, ഒന്നും പറ്റാതിരിക്കട്ടെ. മാഷ് പറഞ്ഞാലും സുഖമായിട്ടിരിക്കട്ടെ. അതുകൊണ്ട് ഇപ്പൊ 2 കാലില് സെറ്റായിട്ട് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് രാവിലത്തെ വണ്ടിക്ക് ഞാൻ വീട് കയറിയാണ്. സുഹൃത്തുക്കളെ, ഞാൻ താമസിച്ചു പോയി. ഇവിടെ വമ്പം ഫോട്ടോഷൂട്ട് നടക്കുമായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ്റ്റേഴ്സ്. മീൻ മാസ്റ്റർ അകത്ത് മീറ്റിങ്ങിലാണ്. എടുക്കണമല്ലോ. മാറ ഫോട്ടോഷൂട്ടാണ്. ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നേരം വെളുത്തേട്ടാ. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്തത്. ഇപ്പോൾ രാവിലെ 6:58 നമ്മൾ തിരിച്ചതാ റൂം എത്തിയിരിക്കുകയാണ്. കുറേ ഉണ്ട് സുഹൃത്തുക്കളെ, കുറേ സംഭവം. ഇന്ന് തീരുമെന്നാണ് കരുതിയത്, പക്ഷേ ഇന്ന് തീരൂല. ഒരു ദിവസം കൂടി ഉണ്ട്. ലാസ്റ്റ് ഡേ ആണെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തത്, പക്ഷേ ലാസ്റ്റ് ഡേ അല്ല. ഇന്നും കൂടെ കഴിയപ്പെടേ ലാസ്റ്റ് ഡേ ആവും. സംഭവം ഇന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ ഞാൻ എടുത്തത് ഇന്നലെയാണ്. ഇത് ഏതാ തന്നത്? ചാവ് പിടിക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ലാസ്റ്റ് ഡേ ആണെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ ലാസ്റ്റ് ഡേ അല്ല, ഷൂട്ട് ഇനിയും തുടരും. നമുക്ക് ഫൈറ്റ് വന്നിട്ട് ബാബു ആൻ്റണി സാറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇനിയും ഫൈറ്റ് ഉണ്ട്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആയിരുന്നു ഷൂട്ട് തുടങ്ങിയത്. ഇപ്പോൾ നേരം വെളുത്തു, ഇന്നും കൂടിയുണ്ട്. ഇന്ന് നൈറ്റും കൂടി ആയപ്പോഴേ നമുക്ക് ഷൂട്ട് തീരുള്ളൂ കേട്ടോ. ഇപ്പം ജാക്കറ്റ് നോക്കണ്ട, പുറം മൊത്തം നല്ല മണ്ണും മൊത്തം ചേറായിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ക്ഷീണമുണ്ട്. ആദ്യം ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് സെറ്റായില്ല എന്ന് വീട്ടിലൊക്കെ വിളിക്കണം. വീട്ടിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് രാവിലെ ഫുഡ് വരും. ഫുഡ് കഴിച്ചിട്ട് നല്ലപോലെ കിടന്നുറങ്ങിയിട്ട് ഉച്ചയ്ക്കും ഫുഡ് വരും. ഉച്ചയ്ക്കും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം 5 മണിക്ക് ലൊക്കേഷനിലെത്തണം. ഫൈറ്റ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ, അതായത് നാളെ രാവിലെ നാട്ടിലേക്ക് പോകണം. അതാണ് പരിപാടി. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോഴത്തേക്ക് ഞാൻ ഫ്രഷ് ആവട്ടെ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ.